പപ്പാ നീ എത്തി? ഇപ്പൊ എത്തിയുള്ളൂ. ഹേമയ്ക്ക് എങ്ങനെയുണ്ട്? അകത്തേക്ക് കൊണ്ടുപോയി. പെയിൻ തുടങ്ങിയിട്ടില്ല, ചിലപ്പോൾ ട്രിപ്പ് കൊടുക്കേണ്ടിരുന്നു പറഞ്ഞു. റൂമിൽ അമ്മയ്ക്ക് തനിച്ചല്ലേ? അതെ, കൂടെ ആരും കൊണ്ടുവന്നിട്ടില്ല. എല്ലാവരെയും ഒഴിവാക്കാൻ വേണ്ടി മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നൊരു കള്ളവും പറഞ്ഞു. ഒരു കണക്കിന് നന്നായി. ഇവിടെ വെച്ചൊരു ബഹളം ഒഴിവാക്കാലോ. പ്രസവ ശേഷം അമ്പികളുടെ വീട്ടിലേക്കല്ലേ കൊണ്ടുപോകുന്നത്. പിന്നെ 1-2 മാസം സമയമുണ്ടല്ലോ, അതിനുള്ള നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. 106 വിളിക്കുന്നു. അമ്പിയെ, ബാലുട്ടാ, ഇനി ബാലുട്ടന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് സാധിക്കോ ബാലുട്ടാ? ഈ സമയത്ത് ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കരുത്. അമ്മ എന്നെ വെറുക്കും. അത് ഓർക്കുമ്പോ കരയരുത്. ഈശ്വരൻ നമ്മളെ രക്ഷിക്കും. മക്കളെന്താ ഇവിടെ? അമ്മയുടെ കൂടെ വന്നതാ. അണ്ണം പോയി കുറച്ച് കഴിഞ്ഞപ്പോ കൊച്ചമ്മയ്ക്ക് ഒരു നെഞ്ചുവേദന വന്നു. ഇവിടെ ഐസിയിൽ കിടന്നിരിക്കുക. അമ്മേ, എന്താടാ ഇവിടെ? അമ്പിയക്ക് കാറിൽ വെച്ച് പെട്ടെന്ന് പെയിൻ വന്നു. ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഏതായാലും നീ കൂടെ ഇവിടെ ഉണ്ടായത് നന്നായി. അമ്മയുടെ അവസാന സമയത്ത് നിനക്കൊന്ന് കാണാൻ പറ്റിയല്ലോ. നമ്മുടെ അമ്മയ്ക്ക് പെട്ടെന്ന് ഈ ഗതി വന്നല്ലോടാ, അതും സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്. നീ സമാധാനപ്പെടടാ, എല്ലാം നിയമപ്രകാരം തന്നെ നമുക്ക് നടത്താം. അമ്മയുടെ എല്ലാ മക്കൾക്കും സ്വത്തുക്കൾ ഒരുപോലെ അവകാശപ്പെട്ടതല്ലേ? അതെ, ആദ്യം ജനിക്കുന്ന ആൺകുട്ടിക്ക് സ്വത്തുക്കൾ കൊടുക്കണമെന്ന് അമ്മയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. അതെ, ചെറ്റത്തരം പറയുന്നോടാ ചെറ്റകളെ. ഇവിടെ ഒരുത്തികളെ അന്ത്യശ്വാസം വലിക്കുക, അപ്പോഴാണോ നിന്ന് ഭാഗപ്പിക്കുന്നത്? അമ്മയ്ക്ക് എങ്ങനെയുണ്ടാ? ഒന്നും പറയാറായിട്ടില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. പത്മരാജൻ, ഞാനാ? ഹേമ പ്രസവിച്ചു, ആൺകുട്ടിയാ. ഭാഗ്യവാൻ. അല്പം സീരിയസാ. അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചോളൂ. സൂക്ഷിച്ച്. ഞാനൊന്ന് എടുത്തോട്ടെ. കുഞ്ഞിന് നിന്റെ അതേ ചായ. എന്തിട്ടാ? അംബിക പ്രസവിച്ചോ? എവിടെ എവിടെ? അച്ഛാ, മാളവികേ, അച്ഛാ, അവള് മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ മോനെ ഒന്ന് കാണിക്കട്ടടാ. മാളവികേ, നോക്കടി, നമ്മുടെ പൊന്നു മോനെ ഒന്ന് നോക്കടി. മാളവികേ, കണ്ണു തുറക്കടി. ബാലുവിന്റെ മോനെ. കൃഷ്ണ, എന്റെ ഉണ്ണി കൃഷ്ണ.
ആരാ ബാലേന്ദ്രൻ ഉണ്ണിത്താൻ? ഞാനാ. അമ്പിക പ്രസവിച്ചു, പെൺകുട്ടിയാ. ഇവര് ജനിക്കുന്നതിന് മുമ്പ് എന്തോ തീരുമാനിച്ചു വെച്ച പോലെ. എന്റെ ഈശ്വര, മനുഷ്യന് ഒരു സ്വസ്ഥതയും തരില്ലേ? സ്വസ്ഥത വേണമെങ്കിൽ വീട്ടിൽ പോണം. ഇത് ഡിസ്ചാർജ് ചെയ്തിട്ട് ആശുപത്രി തന്നെ കഴിയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാ. ഇതിപ്പോ നീയും പോലും എന്നെ വിടില്ല എന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. ആ നീ ഇപ്പൊ ചെയ്യേണ്ടതേ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യ. പോയി ആ പോറ്റി ഹോട്ടലിൽ നിന്ന് എനിക്കും എന്റെ ഭാര്യയ്ക്ക് 8 ഇഡ്ഡലി 2 കാപ്പിയും മേടിച്ചോ. വേണേ നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും മേടിച്ചോ. പോയി മേടിച്ചോടാ. പാവം. വേഗം വാ, കുട്ടനെ കാണാൻ കൊതിയാവുന്നു. മാളവിക പതുക്കെ. എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? അയ്യോ, ചതിച്ചു. അമ്മ വരുന്നു, കൂടച്ഛനും. ആരുടെ അച്ഛൻ? എന്റെ അമ്മയും എന്റെ അച്ഛനും. അല്ലാതെ നിന്റെ അമ്മയും നിന്റെ അച്ഛനും വരുന്നതിന് ഞാൻ എന്തിനാടാ പേടിക്കുന്നത്? പുല്ലേ വാവോ, ചക്കരമുത്ത് വാവോ, എന്റെ പഞ്ചാര കുട്ടനല്ലേ. വേണ്ട, അമ്മ എടുക്കണ്ട. ഭാരപ്പെട്ടതൊന്നും എടുക്കരുന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. കണ്ടോടാ, എന്റെ കുഞ്ഞ് കരച്ചിൽ നിർത്തിയത് കണ്ടോ? അത് പിന്നെ ആരായാലും നിർത്തി പോകും. എന്താ പറഞ്ഞത്? ദേഷ്യപ്പെടല്ലേ, ദേഷ്യപ്പെടലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? എനിക്കിപ്പോ ഒന്നുമില്ല. പിന്നെ മനസ്സൊലക്കരുതെന്ന് മാത്രം പറഞ്ഞു. അതിപ്പോ ഒലയാൻ വേണ്ടി എന്തിരിക്കുന്നു. അതുകൊണ്ട് വീട്ടിൽ പോയി വിശ്രമിച്ചോളാൻ പറഞ്ഞു. അമ്മയെ ഡിസ്ചാർജ് ചെയ്തോ? കഷ്ടമായി പോയി. അതെന്താടാ? അല്ല, അംബികയെ കൂടെ ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ ഡോക്ടറോട് ചോദിച്ചതാ, സമ്മതിച്ചില്ല. അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോവായിരുന്നു. അല്ലേ, ഏത് ഡോക്ടറാ സമ്മതിക്കാത്തത്? അംബികയെ ഡിസ്ചാർജ് ചെയ്തു, ഞാൻ ബില്ലും അടച്ചു. എപ്പോ? കണക്കിന് ഇന്നലെ പോകായിരുന്നു എന്നാ ഡോക്ടർ പറഞ്ഞത്. അമ്മേ, എങ്കി ഇവളെയും കുട്ടിയും ഞാൻ തന്നെ ഇവളുടെ വീട്ടിൽ കൊണ്ടാക്കിയേക്കാം. അയ്യോ, അവളുടെ വീട്ടിലേക്കല്ല മോനെ, നമ്മുടെ വീട്ടിലേക്കാ കൂട്ടിക്കൊണ്ടു പോന്നേ. അയ്യോ, അതിന് ഇവളുടെ വീട്ടുകാർ സമ്മതിക്കില്ല. പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നപ്പോ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞത് അവര് സമ്മതിച്ചതാ. ഇതിപ്പോ പ്രസവം കഴിഞ്ഞിട്ട് അവര് സമ്മതിക്കുകയില്ല. ഇന്നലെ അവര് വന്നപ്പോ എല്ലാം ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചതാ, അല്ലേ അംബികേ? അതെ അതെ. ഓഹോ, എങ്കി ശരി, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞാനും ഇവളും കൂടി വൈകുന്നേരം എത്തിയേക്കാം. എന്തിന്? ദേ നിന്റെ അച്ഛൻ വിചാരിച്ചാ ഇപ്പൊ പാക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഒന്ന് പാക്ക് ചെയ്താട്ടെ. കാറ് 2 പ്രാവശ്യം ഓടിക്കുന്ന എന്തിനാ? ഒറ്റയടിക്ക് അങ്ങ് പോകാവല്ലോ, അല്ലേ പപ്പാ? അതെ. അമ്മേ, കുഞ്ഞിനെ അങ്ങോട്ട് കിടത്ത്. കുഞ്ഞിനെ എന്തിനാ ഇനിയും കിടത്തുന്നത്? അല്ലയോ കുട്ടാ? പാക്ക് ചെയ്യണ്ടേ? കുഞ്ഞിനെ പാക്ക് ചെയ്യേ. അല്ല, ഉടുപ്പിടിക്കണ്ടേ? അവൻ ഉടുപ്പും തൊപ്പി ഒന്നും വേണ്ട, അവൻ അമ്മൂമ്മയുടെ കയ്യിലിരുന്നോളൂ. ഇല്ലയോ കുട്ടാ? അമ്മൂമ്മയുടെ പൊന്നുമക്കളെ, എന്റെ പൊന്നുമക്കളെ, ചക്കരെ, അയ്യോ, എന്റെ കണ്ണൻ, എന്റെ സ്വർണ്ണമുത്തേ. നമുക്ക് വീട്ടിൽ പോവാ. അമ്മേ, ഒരു 5 മിനിറ്റ് കൂടി. നീ ഒന്ന് വാടാ. വാ മോളെ, പോകാം. വരാൻ വാ. വരാൻ. ബാലു, പപ്പാ. ഓ എന്തോ നാടാ, ചരിത്ര നാടകം പോലെ. ഒന്നും മിണ്ടാതിരിക്കേ. അച്ഛാ. നീ വന്ന് വണ്ടി കയറടാ. അല്ല, ഞാൻ ബാലു.